ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്താണ് ഈ തലയൊക്കെ ആയിട്ട് ഈ പ്രസനം കാണിക്കുന്നതെന്ന് വെച്ചാൽ ചിന്തിക്കുന്നതായിട്ടൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ 2-3 വട്ടം ഇൻട്രോ വീഡിയോ എടുത്ത് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ നോക്കി ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ വേറൊന്നുമല്ല, ഞാനിങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ഇന്നൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഇത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇത് സാരി ആട്ടോ, രണ്ടും ഷിഫോൺ ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഞാനത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരേ മോഡൽ ടോപ്പായിരിക്കും, വീനക്കും ഫുൾ സ്ലീവും സാധാ സ്ലിറ്റഡ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതേവരെയും കൈവെക്കാത്ത മേഖലയാണ് അംബ്രല്ല ടോപ്പ്. ഞാൻ വിചാരിച്ചു അതൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൺഫ്യൂഷനായിരുന്നു ഇതിനകത്ത് ഏത് സാരി എടുക്കണമെന്ന്. അങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ ഒരു റെഡ് ഷിഫോൺ എടുക്കാമെന്ന്. അങ്ങനെ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ പ്ലെയിൻ അല്ല, കുറേ ഡിസൈൻസും അതുപോലെ തന്നെ കുറച്ച് ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഡിസൈൻ വരുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതേവരെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്. അതായത് സ്ലിറ്റഡ് ടോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റയായിട്ട് കട്ട് ചെയ്താൽ പോരാ. ഈ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതുകൊണ്ടൊന്നും അറിയത്തില്ല. ഈ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഇത് മനസ്സിലാവും. അതായത് ഈ ഒരു അംബ്രല്ല ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. യോക്ക് പോർഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനും വരുന്നുണ്ട്. 2 കട്ടിങ് അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായി തീരുമെന്നൊക്കെ. എന്തായാലും നോക്കാം. അങ്ങനെ എന്തായാലും ഞാനിവിടെ റൗണ്ട് നെക്കാട്ടോ കൊടുക്കുന്നത്. എപ്പോഴും ഇതുപോലെ സ്ക്വയർ നെക്കും വീനെക്കും ഒക്കെ കൊടുക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വെച്ചിട്ട് സാധാ ഒരു റൗണ്ട് നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ നല്ലൊരു തുണി മേടിച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ടേ ഇവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. സാധാ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയണോ. സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ 3 ദിവസം വെച്ചിട്ടൊക്കെയാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ ടൈം അങ്ങനെയൊന്നും ഇരിക്കത്തില്ല. ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കും, പിന്നെ അതിനുശേഷം ബാക്കി പിന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസമായിരിക്കും കട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് പകുതിയാക്കിയിട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് തന്നെ. കാരണം ഒന്നാമത്തെ കാര്യം വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസ് നോക്കി ചെയ്യുന്നതുകൊണ്ട് അത്രയും ടൈം എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ അത്രയും വലിയ ടൈം എടുക്കത്തില്ല, പക്ഷേ പെർഫെക്ഷൻ കുറവാട്ടോ. എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുമെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയാവത്തില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ്ട് നമ്മൾ അംബ്രല്ല ടോപ്പിൻ്റെ കട്ടിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് സ്ലീവ് പോർഷൻ ആട്ടോ. ഈ സ്ലീവ് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്ലീവ് എല്ലാം കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു സ്ലീവിൽ ഡിസൈൻ ഉണ്ട്, ഒരു സ്ലീവിൽ ഡിസൈൻ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റാക്കാം. ഇതിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുമല്ലേ, നന്നായിട്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ല തുണി മേടിച്ചിട്ട് സെറ്റാക്കി എടുക്കാമെന്ന്. ഇതാണ് സ്കേർട്ട് പോർഷൻ. അംബ്രല്ല ആകുമ്പോഴത്തേക്ക് നല്ല വിരിവ് വേണം. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുപോലത്തെ വേറെ ഒരെണ്ണം ഉണ്ട്, പിന്നെ അതിൻ്റെ ലൈനിങ് പീസും ഉണ്ട്. അപ്പോൾ ഇതാണ് സ്കേർട്ട് പോർഷൻ വരുന്നത്. ഇത് പിന്നെ ഫ്രണ്ട് യോക്ക് പോർഷൻ. അതിനകത്ത് ഞാൻ ഇതുപോലെ സാരിയുടെ താഴെ വരുന്ന ഒരു പട്ടയാട്ടോ ഇത്. അതിങ്ങനെ മുകളിൽ വരുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്ക് താണ്ട ഞാൻ ഇങ്ങനെ ഒരു നെക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാ ഡിസൈനൊന്നും ഇല്ലാത്ത മോഡലാട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുള്ളൂ. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷനും സ്ലീവും അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനും. അപ്പോൾ ഇത്രയാണ് മൊത്തത്തിൽ വരുന്നത്. ഇനിയെന്ന് വെച്ചാൽ ഇനി ലൈനിങ് ഉണ്ട്. അത് മുകളിലത്തെ തന്നെ ബാക്കിലത്തെ യോക്ക് പോർഷനും അതിൻ്റെ 2 ലൈനിങ്. സ്ലീവിന് ഞാൻ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല, ഇത്രയും മാത്രമേ ആക്കി എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതിന് സ്റ്റിച്ച് ചെയ്യണം. നല്ല ടെൻഷനുണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്തായി തീരുമെന്നൊക്കെ. പിന്നെയാണ് നൂലിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം വന്നത്. എനിക്കാണിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ എനിക്കങ്ങ് ഭയങ്കര ത്വരയാട്ടോ. അങ്ങനെ എന്തായാലും കയ്യിലിരുന്ന നൂലുണ്ട്. ഞാൻ വിചാരിച്ചു നീ ഇപ്പോൾ മേടിക്കാനൊന്നും നിൽക്കുന്നില്ല, കയ്യിലുള്ളത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെറൂൺ കളർ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു കളറല്ല എങ്കിലും യോജിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. ടേപ്പും കത്രികയും ചോക്കും സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ അതിന് ചേർന്നൊരു ഷോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു ഷോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തയ്ച്ച് വരുമോ ശരിയാവുന്ന ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിന് മുന്നേ തന്നെ ഷോളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മെയിൻ പരിപാടിയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത്. കട്ട് ചെയ്യാൻ നേരം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ കൂടുതൽ ടെൻഷനാണ് സ്റ്റിച്ച് ചെയ്യാൻ നേരം. കാരണം ഈ യോക്ക് പോർഷനൊക്കെ ഓക്കെ ആയിട്ട് വന്നില്ലെങ്കിൽ അത് മൊത്തത്തിൽ കൊളായി പോവും. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈനിങ്ങും കൂടി വരുമല്ലേ. ലൈനിങ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് എന്തായി തീരും എന്നുള്ള നല്ല ടെൻഷനുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എന്തായാലും ഫൈനൽ ലുക്ക് എന്താവാന്ന് നോക്കാമല്ലോ. ചീത്തയായിപ്പോയാലും നല്ലതായിപ്പോയാലും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് മൊത്തത്തിൽ വെട്ടി നശിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ആവും ഇത്രയും സമയം മെനക്കെട്ട് ചെയ്തേലെന്നൊക്കെ. എന്തായാലും പിന്നെ കുഴപ്പമില്ല. ആദ്യം ഞാൻ ഈ റെഡ് സാരി എൻ്റെ കയ്യിൽ വെച്ചിരുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരുന്നത്. ടോപ്പ് എന്ന് വെച്ചാൽ ഈ വീനക്ക് തന്നെ, പക്ഷേ എന്ന് വെച്ചാൽ A-ലൈൻ ടൈപ്പില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. A-ലൈൻ ആകുമ്പോഴത്തേക്ക് അതിന് അധികം വിരിവൊന്നുമില്ല. അത് പിന്നെ വലിയ
കുഴപ്പമൊന്നുമില്ല, അത് ജസ്റ്റ് ഒറ്റ കട്ടിങ്ങല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാണ് എൻ്റെ മനസ്സ് മാറി ഞാൻ വിചാരിച്ചു അംബ്രല്ല തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ പിന്നെ എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഏകദേശം ഇവിടെ ആയി വരുന്നുണ്ട്. എന്തായാലും ഇപ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ നേരം അങ്ങനെ പണികളൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ചാൽ തിരിച്ചടിച്ച് വെച്ചു. കാരണം എല്ലാം അടിച്ച് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണുന്നത് മറിച്ചടിച്ച് വെച്ചതെന്നുള്ളത്. എന്തായാലും ഇപ്രാവശ്യം അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല. നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് വേഗം എല്ലാം കഴിഞ്ഞതൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഞാനിത് 2 ദിവസം കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത് ഒരു ദിവസം മാറ്റി വെച്ചതിന് ശേഷമാണ് അടുത്ത ദിവസം സ്റ്റിച്ച് ചെയ്തു. പിന്നെ അത് മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെയാണ് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ എടുത്തത്. പക്ഷേ ഉണ്ടല്ലോ, എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് വിചാരിച്ചത്ര ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ആകെയുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ അവസാനമായി വരുമ്പോൾ എന്താവും എന്നുള്ളതായിരുന്നു. കാരണം സ്റ്റിച്ച് ചെയ്യാൻ നേരം ഏകദേശം ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഫൈനലി നമ്മുടെ ടോപ്പ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. താണ്ടെ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാം അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞതുപോലെ അല്ലേ. കുറേ ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ട് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിപ്പോയി അത് വീണ്ടും അടിച്ച് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത്ര ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്നല്ലോ. കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും വിചാരിച്ച ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മിസ്റ്റേക്കും ഉണ്ടായില്ലെന്നാണ് മെയിൻ കാര്യം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ തയ്യലിൽ കുറച്ച് പെർഫെക്ഷൻസ് വരാനുണ്ട്. അതെന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കണം. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ അതിന് കുറച്ച് മിനുക്ക് പണികൾ ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചത് എനിക്ക് ഇനി ഒട്ടും ക്ഷമയില്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഞാൻ മിനുക്ക് പണി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അത് വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ടോപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അടുത്ത ദിവസം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഒരു കുണിക്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ കുണിക്കാൻ അഴിച്ചു വിട്ടോ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചെരുപ്പെല്ലാം ഇരുന്നിടത്ത് കൊണ്ടുവെക്കട്ടെ. വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ടോപ്പ് റെഡിയായി വന്ന സന്തോഷത്തിൽ ഞാൻ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കോ കേട്ടോ. അപ്പം അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.